യൂട്യൂബറും സിനിമാ PROയുമായ റിൻസി മുംതാസ് MDMAയുമായി പിടിയിലായ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 4 ഗ്രാം MDMAയുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തെ MJ റെസിഡൻസിയിൽ വെച്ചാണ് റിൻസിയെ പോലീസ് പിടികൂടിയത്. യുവ സിനിമാ താരങ്ങളടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുള്ളയാളാണ് റിൻസി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ MDMAയുമായി റിൻസി മുംതാസ് പിടിയിലായിരുന്നു. വാഴക്കാട് സ്വദേശി മുഹമ്മദ് റിഷാഖ്, ആലുവ സ്വദേശി അഭിജിത്ത്, നൂറാട് സ്വദേശി ബിജു എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. ലഹരി ഉപയോഗിക്കാനും വിൽക്കാനുമാണ് ഇവർ മുറിയെടുത്തതെന്നാണ് വിവരം. ഉപയോഗിക്കാനായി കൈവശം വെച്ചിരുന്ന MDMA ആണ് കണ്ടെടുത്തത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ റിൻസി മുംതാസ് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകർക്കെല്ലാം സുപരിചിതയാണ്, PROയാണ്, യൂട്യൂബറാണ്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വർഷവും റിൻസിയെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടികൂടിയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി 2ാം തവണ പിടിയിലാകുന്നു. വലിയ ഒരു ഈ ലഹരി മാഫിയുമായി ബന്ധമുള്ള ആളാണോ റിൻസി? അതോടൊപ്പം ഈ സിനിമാ മേഖലയിൽ, സിനിമാ ലൊക്കേഷനുകളിലൊക്കെ ലഹരി എത്തിക്കുന്നതിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും പങ്കുണ്ടോ? നിലവിൽ പോലീസിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോമ, ഈ കേസിൽ കഴിഞ്ഞ ജൂലൈയിൽ അറസ്റ്റിലായതിനു ശേഷം പിന്നീട് റിമാൻഡ്, മറ്റ് നടപടികൾ, കോടതി നടപടികൾ, കാര്യങ്ങൾ, നിയമ നടപടികളുമായിട്ടെല്ലാം തന്നെ പോകുമ്പോൾ ഉടൻ തന്നെ അടുത്ത കേസിൽ ഏതാണ്ട് ഒരു 7 മാസം കഴിയുമ്പോൾ, 8 മാസം കഴിയുമ്പോഴേക്ക് അടുത്ത കേസിൽ പിടിയിലാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇവർ ഇതെല്ലാം സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ രംഗത്തെ, വിപണന രംഗത്ത്, ലഹരി വിൽപ്പന രംഗത്തെല്ലാം തന്നെ വളരെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. റിൻസിക്കൊപ്പം മറ്റ് 3 പേർ കൂടി ആ പിടിയിലായിട്ടുണ്ട്. റിൻസി സിനിമാ മേഖലയിലെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു PRO ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. വളരെ അടുത്ത ബന്ധം സിനിമാ താരങ്ങളുമായിട്ടും അണിയറ പ്രവർത്തകരുമായിട്ടെല്ലാം തന്നെ ഇവർക്കുണ്ട്. ആദ്യ തവണ ജൂലൈയിൽ അറസ്റ്റിലാകുമ്പോൾ തന്നെയും അത്തരം ചില ബന്ധങ്ങളിലേക്കെല്ലാം ചില ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളും എല്ലാം തന്നെ കടന്നു വന്നിരുന്നു. പക്ഷെ പിന്നെയും പല കേസുകളിലെ പോലെ തന്നെയും അതും ആ ഒരു വഴിക്ക് അങ്ങ് പോവുകയായിരുന്നു.